ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഖത്തറിൽ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുന്നു. സമിതി തൊഴിലാളികളുടെ സുരക്ഷയും വേതനവും ഉറപ്പുവരുത്തും. വേനൽ ചൂടിൽ തൊഴിലെടുപ്പിക്കുന്നവർ സമയക്രമം പാലിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും. പ്രവാസികൾക്ക് വിദേശയാത്രയിൽ 25,000 രൂപ വരെ കൈവശം വയ്ക്കാമെന്ന് റിസർവ് ബാങ്ക്. പരിധി ഉയർത്തിയത് 10,000 രൂപയിൽ നിന്ന്. RBI നടപടി അപര്യാപ്തമെന്ന് പ്രവാസികൾ. ഗസയിലെ 2 സർക്കാർ വകുപ്പുകളുടെ നിയന്ത്രണം ഹമാസ് ഐക്യ സർക്കാരിന് കൈമാറി. നടപടി ഐക്യ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം നടത്തിയ അനുരഞ്ജന ചർച്ചയിൽ. അനാഥാലയത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നത് മനുഷ്യക്കടത്തലെന്ന് സംസ്ഥാന സർക്കാർ. കുട്ടികളെ കൊണ്ടുവന്ന നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി. അന്വേഷണവുമായി കേരളം സഹകരിക്കുന്നില്ലെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം. ഉത്തർപ്രദേശിൽ വീണ്ടും ബലാത്സംഗം. 15-കാരിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി. ശക്തമായ നടപടി വേണമെന്ന് ഐക്യരാഷ്ട്രസഭ. മാധ്യമങ്ങൾ അനാവശ്യ പ്രാധാന്യം നൽകുന്നുവെന്ന് UP മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. പ്രവാസികൾക്ക് ഇനി വിദേശയാത്രയിൽ 25,000 രൂപ വരെ കൈവശം വയ്ക്കാം. നേരത്തെ ഇന്ത്യയിലെ സ്ഥിര താമസക്കാർക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ 10,000 രൂപ കൈവശം വയ്ക്കാനേ അനുമതിയുണ്ടായിരുന്നുള്ളൂ. ഇത് ഉയർത്താൻ റിസർവ് ബാങ്കാണ് തീരുമാനിച്ചത്. എന്നാൽ ഇത് പ്രവാസികൾക്ക് കാര്യമായി ഉപകാരപ്പെടില്ലെന്നാണ് വിലയിരുത്തൽ. റിസർവ് ബാങ്കിന്റെ കഴിഞ്ഞ ദിവസം ചേർന്ന ധനനയ യോഗത്തിലാണ് പുതിയ തീരുമാനം. പ്രവാസി ഇന്ത്യക്കാർക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ ഇനി മുതൽ 25,000 രൂപ വരെ കൈവശം വയ്ക്കാൻ നിയമതടസ്സമില്ല. നേരത്തെ ഇന്ത്യയിലെ സ്ഥിരതാമസക്കാർക്ക് മാത്രമാണ് വിദേശത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും 10,000 രൂപ വരെ കൈവശം വെക്കാൻ അനുവാദമുണ്ടായിരുന്നത്. പുതിയ ചട്ടമനുസരിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് സ്വദേശികളല്ലാത്ത വിദേശികൾക്കും 25,000 രൂപ വിദേശത്തേക്ക് കൊണ്ടുപോകാം. എന്നാൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരുമ്പോൾ പണം കൈവശം വയ്ക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് ധനവിനിമയ രംഗത്തുള്ളവർ പറയുന്നു. നാട്ടിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഇന്ത്യൻ കറൻസി ആവശ്യമായി വരിക. പ്രവാസികൾക്ക് ആക്ച്വലി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എത്ര കറൻസി ലിമിറ്റ് ഇപ്പോൾ 10,000 ലിമിറ്റ്. ആ ലിമിറ്റിനെ പറ്റിയിട്ട് സൈലൻ്റ് ആണ്, ഒന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ്, ഇന്ത്യയിൽ നിന്ന് കറൻസി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നിയമത്തിൽ മാത്രമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ 1 വർഷം വ്യക്തിപരമായി ഇന്ത്യൻ പൗരന് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് അയക്കാവുന്ന തുക $75,000 നിന്ന് $1,25,000 ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ 2004 മുതൽ ഇത് $2 ലക്ഷം ആയിരുന്നു. കഴിഞ്ഞ വർഷം രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനെ തുടർന്ന് കുറച്ച പരിധിയാണ് ഇപ്പോൾ 1,4 ലക്ഷമായി വർദ്ധിപ്പിച്ചതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2 തീരുമാനങ്ങളും പ്രത്യക്ഷത്തിൽ പ്രവാസികൾക്ക് വലിയ നേട്ടമുണ്ടാക്കില്ലെന്നാണ് വിലയിരുത്തൽ. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. അബുദാബിയിൽ ബാച്ചിലർമാരുടെ അനധികൃത താമസത്തിനെതിരെ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടപടി തുടരുന്നു. ചെറിയ അപ്പാർട്ട്മെന്റിൽ 8-10 പേർ ഒരുമിച്ച് താമസിക്കുന്നതിനെതിരെയാണ് അബുദാബി മുനിസിപ്പാലിറ്റി അധികൃതർ കർശന നടപടി സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബാച്ചിലർ താമസ കേന്ദ്രങ്ങളിൽ പരിശോധനകളും നടക്കുന്നുണ്ട്. 1 മാസത്തിനിടെ അബുദാബി നഗരകേന്ദ്രത്തിൽ 2 കെട്ടിടങ്ങളിലെ താമസക്കാർക്കാണ് മാറി താമസിക്കാനുള്ള നോട്ടീസ് ലഭിച്ചത്. നഗരമധ്യത്തിലെ ഹംദാനിലെയും ഇലക്ട്രയിലെയും 2 കെട്ടിടങ്ങളിൽ തിങ്ങിഞ്ഞെരുങ്ങി താമസിക്കുന്നവർക്കാണ് നോട്ടീസ് ലഭിച്ചത്. ഇതിൽ ഇലക്ട്രയിലെ കെട്ടിടത്തിൽ താമസിച്ചവരെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിൽ 1000-ഓളം പേരാണ് ബാച്ചിലർ അക്കോമഡേഷൻ രീതിയിൽ താമസിച്ചു വന്നിരുന്നത്. ചില മുറികളിൽ ബർത്ത് കട്ടിലുകൾ ഉപയോഗിച്ച് 8-10 പേർ വരെ താമസിച്ചിരുന്നു. നഗരസഭയുടെ നിർദ്ദേശം ലംഘിച്ച് ഹാളുകളും മുറികളാക്കി മാറ്റിയായിരുന്നു ഇവരുടെ താമസം. ഇത്തരം ആളുകളെയാണ് 2 ആഴ്ചത്തെ നോട്ടീസ് നൽകി മുനിസിപ്പാലിറ്റി മാറ്റിയിരിക്കുന്നത്. ഹംദാൻ സ്ട്രീറ്റിലെ 5 നില കെട്ടിടത്തിൽ താമസിക്കുന്ന 600-ഓളം പേരെയും മാറ്റുന്നതിനുള്ള നോട്ടീസ് ഒരാഴ്ച മുമ്പാണ് നൽകിയത്. 2 ബെഡ്റൂമുകളുള്ള 20 അപ്പാർട്ട്മെന്റുകളാണ് ഈ കെട്ടിടത്തിലുള്ളത്. ഓരോ മുറിക്കും 2,400 മുതൽ 2,800 ദിർഹവും ഹാളിന് 3,000 ദിർഹമിന് മുകളിലുമാണ് വാടക നൽകിയിരുന്നത്. പല മുറികളിലും 6-8 പേർ താമസിക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റി നിയമമനുസരിച്ച് ഒരു മുറിയിൽ 3 പേരിൽ കൂടുതൽ താമസിക്കാൻ പാടില്ല. അതോടൊപ്പം ഹാളുകൾ താമസകേന്ദ്രങ്ങളായി ഉപയോഗിക്കാനും പാടില്ല. ഓരോ അപ്പാർട്ട്മെന്റുകളും കോളനികൾ പോലെ തിങ്ങി നിറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം നഗരത്തിന്റെ പ്രതിച്ഛായ കളങ്കമാക്കുമെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. മീഡിയ 1, അബുദാബി. വേനൽ കടുത്തതോടെ പുറം ജോലിക്കാരുടെ ഉച്ചവിശ്രമ സമയം കുവൈത്ത് കർശനമാക്കുന്നു. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ തൊഴിൽ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജൂൺ 1 മുതൽ ആഗസ്റ്റ് 31 വരെ 3 മാസക്കാലത്തേക്കാണ് മധ്യാഹ്ന ജോലിക്ക് കുവൈത്തിൽ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാലയളവിൽ കാലത്ത് 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ സൂര്യതാപമേൽക്കുന്ന തരത്തിൽ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനാണ് വിലക്ക്. മുൻവർഷങ്ങളിൽ ഉച്ചക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു ജോലി നിയന്ത്രണം ഉണ്ടായിരുന്നത്. ചൂട് കൂടുതലായതിനാൽ 2 വർഷം മുമ്പാണ് നിയന്ത്രണം 1 മണിക്കൂർ നേരത്തെ ആക്കിയത്. നിയമപാലനം ഉറപ്പാക്കാൻ തൊഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം ആരംഭിച്ചു.
വിലക്ക് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മന്ത്രി ഹിന്ദ് അൽ സബീഹിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. നിരോധിത സമയത്ത് തൊഴിലാളികളെ കൊണ്ട് ജോലിയെടുപ്പിക്കുന്ന കമ്പനികളുടെ ഫയലുകൾ മരവിപ്പിക്കുകയും തൊഴിലാളി ഒന്നിന് 200 ദിനാർ തോതിൽ പിഴ ഈടാക്കുകയും ചെയ്യുമെന്ന് വകുപ്പ് മേധാവി ഹുസൈൻ അൽ മുത്തേരി മുന്നറിയിപ്പ് നൽകി. തൊഴിലുടമകളെപ്പോലെ തൊഴിലാളികളും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. UAE പ്രഖ്യാപിച്ച മധ്യാഹ്ന ഇടവേള നിയമം ലംഘിക്കുന്നവരെ കർശനമായി നേരിടുമെന്ന് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഈ മാസം 15 മുതൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെ ജോലിയിൽ ഇടവേള അനുവദിച്ചിരിക്കണം എന്നാണ് നിയമം. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് 15,000 ദിർഹം വരെ പിഴ ചുമത്തും. നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക പരിശോധക സംഘത്തെയും തൊഴിൽ മന്ത്രാലയം നിയമിച്ചു. ഗസയിലെ 2 സർക്കാർ വകുപ്പുകളുടെ നിയന്ത്രണം ഹമാസ് ഐക്യ സർക്കാരിന് കൈമാറി. ഐക്യ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അനുരഞ്ജന ചർച്ചകളുടെ ഭാഗമായാണ് നടപടി. ഐക്യ സർക്കാർ രൂപീകരണത്തെ തുടർന്നുള്ള ചർച്ചകളുടെ ഭാഗമായാണ് ഹമാസ് 2 വകുപ്പുകളുടെ നിയന്ത്രണം കൈമാറിയത്. ഹമാസ് കൈകാര്യം ചെയ്തിരുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെയും ഹൗസിംഗ് മന്ത്രാലയത്തിന്റെയും ചുമതലകളാണ് ഐക്യ സർക്കാരിന് കൈമാറിയത്. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജനങ്ങളുടെ താൽപര്യത്തിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കുമായിരിക്കും സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് ഐക്യ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തിന്റെ വികസനം സാധ്യമാകുന്ന തരത്തിൽ എല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്ന് പുതുതായി സ്ഥാനമേറ്റ മന്ത്രി മുഫീദ് അൽ ഹസൈന ആവശ്യപ്പെട്ടു. الدكتور مفيد الحسينة معالي وزير الأشغال العامة والإسكان. മറ്റു ചില വകുപ്പുകൾ കൂടി ഹമാസ് ഉടൻ ഐക്യ സർക്കാരിന് കൈമാറും. പാശ്ചാത്യ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുമെന്ന് ഐക്യ സർക്കാർ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് വ്യക്തമാക്കി. ഐക്യ സർക്കാരിന് അമേരിക്ക പിന്തുണ അറിയിച്ചപ്പോൾ സർക്കാരിനെ അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു. 6 മാസത്തിനകം രാജ്യത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ നവീകരണ പ്രവർത്തനങ്ങൾ കാരണം നിർത്തിവെച്ച റിയാദ് കോഴിക്കോട് എയർ ഇന്ത്യ സർവീസ് നാളെ മുതൽ പുനരാരംഭിക്കും. ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ വൈകിട്ട് 3:45 റിയാദിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാത്രി 10:50 കരിപ്പൂരിലെത്തും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പുലർച്ചെ 3:15 കോഴിക്കോട് നിന്ന് യാത്ര തിരിക്കുന്ന വിമാനം വൈകിട്ട് 5:30 റിയാദിലെത്തും. ഏപ്രിൽ മുതൽ കോഴിക്കോട് സർവീസിന് പകരം കൊച്ചിയിലേക്ക് പ്രത്യേക സർവീസ് നടത്തിയിരുന്നു. ഈ സർവീസ് ഇതോടെ ഇല്ലാതാകും. കുവൈത്തും ചൈനയും തമ്മിൽ വിസ നടപടികൾ ലഘൂകരിക്കാൻ ധാരണ. കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സൊബാഹ് ഖാലിദ് അൽഹമദ് അസുബാഹും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. എമിഗ്രേഷൻ, വ്യോമയാനം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്ന 10 കരാറുകളിലാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈത്തും ചൈനയും ഒപ്പുവെച്ചത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാറക് അൽ ഹമദ് അൽ സൊബാഹിനെയും സംഘത്തെയും ബീജിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ജാൻ മേഗനും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഷെയ്ഖ് ജാബിർ ചൈനീസ് പ്രധാനമന്ത്രി ലീ കെഗിയാങ്ങിനൊപ്പം ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബാ ഖാലിദ് അൽ ഹമദ് അൽ സൊബാഹും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിസ നടപടികൾ ലഘൂകരിക്കുന്ന കരാറിൽ ഒപ്പുവെച്ചു. സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്ന കരാറിൽ കുവൈത്ത് ധനകാര്യമന്ത്രി അനസ് ഖാലിദ് അൽ സ്വാലിഹും ചൈനീസ് വികസനകാര്യ സമിതി മേധാവി ഷുവാങ് ഷുവും ഒപ്പുചാർത്തി. പെട്രോളിയം രംഗത്തെ സഹകരണ കരാറിൽ കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രി ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ മുദീജും ചൈനയെ പ്രതിനിധീകരിച്ച് ഊർജ്ജമന്ത്രി വുഷിയോങ്ങും ഒപ്പുവെച്ചു. വ്യോമയാന രംഗത്ത് യോജിച്ച് പ്രവർത്തിക്കാൻ കുവൈത്ത് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഫവാസ് അബ്ദുൽ അസീസ് അൽ ഫറാഹും ചൈനീസ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ലീ ജിയാഷിയാങ്ങും ആണ് കരാറിൽ ഒപ്പുവെച്ചത്. GCCയിൽ തങ്ങളുമായി ആദ്യ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച രാജ്യമെന്ന നിലക്ക് കുവൈത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ചൈനീസ് മാധ്യമങ്ങൾ വൻ പ്രാധാന്യമാണ് നൽകിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഗൾഫ് മേഖലയിലെ ശാന്തിയും സമാധാനവും ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് GCC അംഗരാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ഇറാനോട് ആവശ്യപ്പെട്ടു. റിയാദിൽ നടന്ന GCC വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ. മേഖലയിലെ ഇറാന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളിൽ GCC രാഷ്ട്രങ്ങൾക്ക് ആശങ്കയുണ്ട്. ലോകത്ത് തന്നെ തന്ത്രപ്രധാനമായ ഗൾഫ് മേഖലയിൽ അസ്ഥിരത ഒഴിവാക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ GCC രാജ്യങ്ങൾ പോസിറ്റീവായാണ് കാണുന്നതെന്ന് കുവൈത്ത് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് സൊബാഹ് ഖാലിദ് അൽ സൊബാഹ് പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. ഖത്തറിൽ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ പ്രത്യേക കമ്മിറ്റി രൂപവൽക്കരിക്കും. തൊഴിലാളികളുടെ സുരക്ഷയും വേതനവും ഉറപ്പുവരുത്താനായി നിയമിക്കുന്ന സംഘത്തിൽ 200 പരിശോധകരാണ് ഉണ്ടാവുക. വേനൽ ചൂടിൽ തൊഴിലെടുപ്പിക്കുന്നവർ സമയക്രമം പാലിക്കുന്നുണ്ടോ എന്നും സംഘം പരിശോധിക്കും. ചിട്ടിയുടെ മറവിൽ വ്യാജരേഖ ചമച്ച് KSEF പ്രവാസി മലയാളികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. ദുബൈയിൽ കൺസൾട്ടൻസി കമ്പനി നടത്തുന്ന വൈക്കം തലയോലപ്പറമ്പ് സ്വദേശി സന്തോഷ് ബാലചന്ദ്രനാണ് പരാതിക്കാരൻ. ചിട്ടിയുടെ മറവിൽ വ്യാജരേഖ ചമച്ച് KSEF ലക്ഷക്കണക്കിലധികം രൂപ തട്ടിയതായാണ് പ്രവാസി മലയാളി സന്തോഷ് ബാലചന്ദ്രന്റെ പരാതി.
ഇദ്ദേഹത്തിന്റെ അമ്മയുടെ ചിട്ടിയിലെ കണക്കിൽ ആദ്യം കൃത്രിമം നടത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം അമ്മ മരണപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും സഹോദരിയുടെയും പേരിൽ വ്യാജരേഖകൾ ചമച്ച് KSFE അധികൃതർ തട്ടിപ്പ് നടത്തിയെന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു. KSFEയുടെ MD, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച് അവിടെയുള്ള ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു നമ്മുടെ, അതെല്ലാം ക്ലോസ് ചെയ്തു. KSFEയിലും ചെന്നു. ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ പേയ്മെൻറ്റും എല്ലാം സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരമാണ് അവർ നമുക്കൊരു വലിയൊരു ലിസ്റ്റ്, ഒരു 10-50 ലക്ഷം 55 ലക്ഷം രൂപ കണ്ട് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് വലിയൊരു ലിസ്റ്റ് തരും. അപ്പോൾ ഈ ലിസ്റ്റ് തരുമ്പോൾ അതിനകത്ത് എൻ്റെ വൈഫിൻ്റെ പേരിൽ ഒരു ചിട്ടി ഉള്ളതായിട്ട് കാണുന്നു, എൻ്റെ സഹോദരിയുടെ പേരിലുള്ള ചിട്ടി എന്നോട് സെറ്റിൽ ചെയ്യാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ കുറേ മിസ്അപ്രോപ്രിയേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് തന്നാൽ ഞാനിത് സെറ്റിൽ ചെയ്യാം. ഈ പൈസ കാരണം അമ്മയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഈ പൈസ ഒന്നും KSFE ഇങ്ങോട്ട് വന്നിട്ടില്ല അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഇത് എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയണം, ഡീറ്റെയിൽസ് തന്നാൽ ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ ഒരു രീതിയിൽ നമ്മൾ ഭീഷണിപ്പെടുത്തുകയാണ്, ഈ പൈസ അടച്ചേ പറ്റുള്ളൂ, ഇത് സർക്കാർ സ്ഥാപനമാണ്, ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല നിങ്ങൾ പറയുന്ന രീതിയിലും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് താ. കൃത്രിമ രേഖകൾ ചമച്ച് തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ കമ്പനി യാതൊരു നടപടിയെടുത്തില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സന്തോഷ് പറയുന്നു. നമ്മൾ ഈ കൊടുക്കുന്ന പരാതിക്കോ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഈവൻ ക്രൈംബ്രാഞ്ച് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ കേസിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഡോക്യുമെൻറ്റ്സ്, ഈ ഫോൾസ് ഡോക്യുമെൻറ്റ്സ്, കാരണം അതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളില്ലാത്തപ്പോഴാണ് നമ്മുടെ സിഗ്നേച്ചർ തന്നെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇളയ സിസ്റ്റർ US-ലാണ്, പുള്ളിക്കാരത്തി ഇല്ലാത്ത 2010 പുള്ളിക്കാരത്തി നാട്ടിലേ ഇല്ല, 2010 പുള്ളിക്കാരത്തിൻ്റെ സിഗ്നേച്ചർ ഇടുന്നത്. എൻ്റെ സിഗ്നേച്ചർ, എൻ്റെ വൈഫിൻ്റെ ഇതുപോലെ തന്നെ ഈ സിഗ്നേച്ചർ ഇട്ടിരിക്കുന്നതും ചിട്ടി പേയ്മെൻറ്റ് നടത്തി ചിട്ടി സ്റ്റാർട്ട് ചെയ്തതെല്ലാം ഈ സ്ഥലത്തില്ലാത്തപ്പോഴാണ്. കാരണം നമ്മളാകെ 1-2 ആഴ്ചത്തേക്കാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലീഗലി നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. മീഡിയ 1 ദുബായ്. IPL നിരവധി പുതിയ താരങ്ങൾക്ക് ഉയർന്നു വരാനുള്ള സുവർണാവസരമാണെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് അക്തർ. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ ഉടൻ പുനരാരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഖത്തറിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് അക്തർ ദോഹയിലെത്തിയത്. ദ റിംഗ് റോഡിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഷുഹൈബ് അക്തർ. I'm really sure that India will take care of this game with the IPL help, with the help of IPL, and there are thousands of people are getting a chance to play with the superstars, and the minute they play in the IPL and they have no pressure to get into your test matches or international arena to feel that pressure. So I think it's we are promoting this is the same thing what we're doing. Sprite is doing the same thing, and I really hope the Pakistan cricket gets started very soon again, and I really hope that India Pakistan play very soon as possible. അനാഥാലയ വിവാദത്തിലൂടെ കേരളത്തിൽ വർഗീയവത്കരണത്തിന് ശ്രമം നടക്കുന്നതായി മന്ത്രി MK മുനീർ. താൻ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു അനാഥാലയത്തിനും അനധികൃതമായി തുക നൽകിയിട്ടില്ല. മുക്കം ഓർഫനേജിന് ഫണ്ട് അനുവദിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായിരുന്നുവെന്നും MK മുനീർ പറഞ്ഞു. കേരളത്തിലുണ്ടായ സംഭവം മനുഷ്യക്കടത്താണെന്ന് അഭിപ്രായമില്ല. സാമൂഹ്യനീതി വകുപ്പിന്റെ നല്ല പ്രവർത്തനങ്ങൾ ഈ വിവാദത്തിലൂടെ ഇല്ലാതാക്കി കാണിക്കാൻ ശ്രമം നടക്കുന്നതായി മുനീർ പറഞ്ഞു. ചില ആളുകൾ ഇതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത്, ഇതിനെ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു വിഷയമാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇതിൽ 37 ലക്ഷം രൂപയും അടുത്ത ഗ്രാൻഡിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പൈസ അനധികൃതമായി ഒരു ഓർഫനേജിൻ്റെ കയ്യിലും ഇല്ല. അന്യ സംസ്ഥാനത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്താണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വേഗമായിട്ട് സംസാരിച്ചിട്ട് ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുള്ള 1000 നന്മകളെ നിങ്ങൾ ഒരൊറ്റ വാക്കുകൊണ്ടൊന്നും തകർക്കാൻ സമ്മതിക്കാൻ പറ്റില്ല. ഇഫ്താറിന് സമയം അറിയിച്ചുകൊണ്ട് ഷാർജയിലെ 12 കേന്ദ്രങ്ങളിൽ നിന്ന് പീരങ്കി ശബ്ദം മുഴങ്ങും. ഷാർജ പോലീസാണ് ഇതിന് നേതൃത്വം നൽകുക. ഷാർജ പട്ടണത്തിലും മധ്യപൂർവ്വ മേഖലകളിലുമായിട്ടാണ് പീരങ്കികൾ സ്ഥാപിക്കുകയെന്ന് പോലീസ് പറഞ്ഞു. 1803 മുതൽ 1866 വരെ ഷാർജ ഭരിച്ചിരുന്ന ഷെയ്ഖ് സുൽത്താൻ ബിൻ സാഖർ അൽ ഖാസിമിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. പീരങ്കി മുഴങ്ങുന്നത് കാണാനെത്തുന്നവർക്ക് പോലീസ് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും നൽകാറുണ്ട്.